വിഷ് ഹാപ്പി ബർത്ത്ഡേ തമന്ന. ഹായ് ഗൈസ്, ഇന്ന് നവ്യ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങളപ്പോൾ നവ്യ ചേച്ചിനൊന്ന് സർപ്രൈസ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക. ഗ്ലാഡ്സൺ ചേട്ടൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്യാലിയ ബാക്കിലുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഇപ്പൊ സമയം 7 o'clock ആയി. അപ്പം നല്ലപോലെ ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കേ. ഞങ്ങൾ പോകുന്നത് വൈറ്റിലയിലുള്ള സുപ്രീം അപ്പർ ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇത് നവ്യ ചേച്ചിയുടെ ഹസ്ബൻഡ് പ്രമോഷൻ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. നവ്യ ചേച്ചിനെ എങ്ങനെ സർപ്രൈസ് ചെയ്യിക്കാമെന്ന് ഞാൻ പ്രമോഷനോട് നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രമോഷൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ഇവിടെ തന്നെ പോകാം, ഇതാകുമ്പോഴത്തേക്കും ഹൈവേൻ്റെ അടുത്ത് തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. ഗ്യാലിയ ഭയങ്കര ത്രില്ലിലാണ്, കാരണം നവ്യ ചേച്ചിയുടെ മോള് തമ്മനെ ഗ്യാലിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവൾക്ക് തമ്മനെ കാണാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ നവ്യ ചേച്ചിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നവ്യ ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചോദിച്ചു, എന്തിനാണ് ഇത്ര ദൂരം പോകുന്നതെന്നൊക്കെ പ്രമോഷൻ്റെ അടുത്ത് ചോദിച്ചു. പ്രമോഷൻ പറഞ്ഞു, ഇല്ല, ഇത് നല്ലൊരു റെസ്റ്റോറൻറ്റാണ്, നമുക്ക് അവിടെ പോകാമെന്നും പറഞ്ഞ് എങ്ങനെയൊക്കെയോ നവ്യ ചേച്ചിനെ അവിടെ കൊണ്ടുവന്നു. ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വരുമെന്ന്. ചേച്ചി ഭയങ്കര സർപ്രൈസായി. വിഷ് ഹാപ്പി ബർത്ത്ഡേ. ഇതാണ് ചേച്ചിയുടെ മോള് തമ്മന, ഗ്യാലയുടെ ഫ്രണ്ടാണ്. ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് പ്രമോഷൻ്റെ ഫേസ് കണ്ടാലേ അറിയാം എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നെന്നുള്ളത്. പിന്നീട് ഞങ്ങളുടെ ചിന്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ ഇനി എന്ത് കഴിക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഫസ്റ്റ് തന്നെ ഗ്യാലിയും തമ്മിനെയും കൂടിയിട്ട് ചിക്കൻ മഷ്റൂം സൂപ്പാണ് ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഊഴമായിരുന്നു. കുറേ ഐറ്റംസൊക്കെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ നോക്കി, പക്ഷെ അതൊന്നും ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ചിക്കൻ മന്തി ഞങ്ങൾ ഓർഡർ ചെയ്തു. കാരണം ഗ്ലാഡ്സൺ ചേട്ടൻ അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ചേട്ടന് പെട്ടെന്ന് തന്നെ ഒരു 8:30 ഒക്കെ ആകുമ്പോൾ തന്നെ അവിടെ നിന്ന് ലീവ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഫാസ്റ്റായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അതെടുത്തോ എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഗ്ലാഡ്സൺ ചേട്ടൻ അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കണമായിരുന്നു. റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തീം, ആ കളറൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ കിച്ചൻ്റെ കളറും ഏകദേശം ഈ ഒരു കളർ തന്നെ ആയതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഓർഡർ എടുക്കാൻ പറ്റുന്ന ചേട്ടനാണ്. ആ ചേട്ടൻ്റെ ബിഹേവിയർ നല്ലൊരു ചേട്ടനായിരുന്നു. ആ ചേട്ടൻ നമുക്ക് കറക്റ്റായിട്ട് എന്തൊക്കെ ഫുഡ് എടുക്കണം, നിങ്ങൾ ഇങ്ങനത്തെ ഫുഡ് എടുക്കണ്ട എന്നൊക്കെ കറക്റ്റായിട്ട് നമുക്കൊക്കെ പറഞ്ഞു തന്ന് നമ്മളോട് നന്നായിട്ട് കമ്പനി അടിച്ചു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചേട്ടനായിട്ട് കമ്പനിയായി തീർന്നു. അപ്പോൾ നിങ്ങളിവിടെ ഈ റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ ആ ചേട്ടനെ എന്തായാലും കാണാൻ മറക്കരുത്. അങ്ങനെ നവ്യ ചേച്ചിയുടെ കേക്ക് കട്ടിങ് ടൈമായി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നവ്യ, ഹാപ്പി ബർത്ത്ഡേ ടു യു. May the good God bless you. May the good God bless you. May the good God bless you, Navya. Happy birthday to you. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്ന കേക്ക് സ്പാനിഷ് ഡിലൈറ്റ് ട്രസ്ലച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്കാണ്. സാധാരണ കേക്കിനേക്കാളും വേറൊരു ഫ്ലേവറും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറൊക്കെയാണ് അതിനുള്ളത്. കാരണം നമുക്ക് സാധാരണ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന പോലെയല്ല, ഇത് നമ്മളൊരു സ്പൂണിൽ സ്ക്യൂപ്പ് ചെയ്ത് കഴിക്കുന്ന പോലത്തെ ഒരു കേക്കാണ്. നല്ല ടേസ്റ്റി യമ്മി ആയിട്ടുള്ള കേക്കാണ്. കഴിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിലുള്ള സ്റ്റാഫുകൾക്കും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിച്ചവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയായി. ഇതിനിടയ്ക്ക് ഗ്യാലിയുടെയും തമ്മനുടെയും ചിക്കൻ മഷ്റൂം സൂപ്പ് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചിക്കൻ അൽഫാം മന്തി വന്നിട്ടുണ്ടായിരുന്നു. റീന ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കഴിച്ചത് ചിക്കൻ മന്തി തന്നെയാണ്. അത് ഞങ്ങൾ കലൂരിലുള്ള ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചത്. അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചിക്കൻ മന്തിയോടുകൂടി ഒരു ഗ്രേവി ഉണ്ടാകും. ഗ്രേവിയും കൂടി ആഡ് ചെയ്തിട്ടുള്ള ചിക്കൻ മന്തി, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞങ്ങൾ എപ്പോഴും മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം പോകുന്നത് ഹോട്ട്സ്പോട്ടിലാണ്. പക്ഷേ ഇവിടുത്തെ ആണെങ്കിലും ഇതും നല്ലൊരു വെറൈറ്റി ആയിരുന്നു. ഇതിൻ്റെ റൈസൊക്കെ ആയിരുന്നെങ്കിലും ആ ചിക്കനൊക്കെ ആയിരുന്നെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തി തന്നെയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഗ്ലാഡ്സൺ ചേട്ടനെ ഓഫീസിലേക്ക് പോകാനുള്ള സമയമായി. ചേട്ടൻ പെട്ടെന്ന് തന്നെ ചേട്ടൻ ഓഫീസിലേക്ക് ഇറങ്ങി. ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തു, ഞാനും ഗ്യാലയും കൂടി അവരുടെ കൂടെ. അത് കഴിഞ്ഞപ്പോൾ നവ്യ ചേച്ചി പറഞ്ഞു എന്നെയും ഗ്യാലേനെയും വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടി ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. കുറച്ച് നേരം ഞങ്ങളുടെ കൂടെ വീട്ടിൽ സ്പെൻഡൊക്കെ ചെയ്തിട്ടാണ് അവർ തിരിച്ചു പോയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ പുതിയ പുതിയ റെസിപ്പീസും വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ.